ക്രമസമാധാന പാലന ചുമതലയുള്ള ADGP സ്ഥാനത്ത് തുടരുന്ന MR അജിത് കുമാർ, അതും വിവാദങ്ങളുടെ പെരുമഴക്കാലത്തും തുടരുന്ന MR അജിത് കുമാർ തെറിക്കുമോ അല്പസമയത്തിനകം എന്നുള്ള രാഷ്ട്രീയമായ ആകാംക്ഷ നിലനിൽക്കുന്ന സമയത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. MR അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകും, ഉടൻ തന്നെ നടപടിയുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറത്തിറങ്ങും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ഈ സമയത്ത് ലഭിക്കുന്നത്. MR അജിത് കുമാറിനെതിരായ നടപടി ഇന്നിപ്പോൾ DGP മുഖ്യമന്ത്രിയെ കണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അടക്കം ക്ലിഫ് ഹൗസിലെത്തി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നു. ഞായറാഴ്ച വൈകുന്നേരം അസാധാരണമായി മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിലേക്ക് എത്തുന്നു. ഏതാണ്ട് 20 മിനിറ്റോളം സെക്രട്ടേറിയറ്റിൽ അദ്ദേഹത്തിന്റെ ഓഫീസിൽ തുടരുന്നു. MR അജിത് കുമാറിനെതിരായ നടപടി തീരുമാനം സർക്കാർ തലത്തിലായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഉത്തരവ് എപ്പോൾ പുറത്തിറങ്ങുമെന്നതിൽ മാത്രമാണ് എന്തെങ്കിലും തരത്തിലുള്ള ആകാംക്ഷ നിലനിൽക്കുകയും ചെയ്യുന്നത്. രാധാകൃഷ്ണൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ഇപ്പോൾ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ, അത് കൊള്ളയും കടത്തും കൊലപാതകവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളൊക്കെ അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ്. പക്ഷേ അതേ സമയത്ത് PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളെ തള്ളുന്നു എന്ന തരത്തിലുള്ള നിലപാടുകൾ ഒരു വശത്ത് സ്വീകരിക്കുകയും ചെയ്യുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് വരുന്നത്. ന്യൂസ് റൂം ശ്രദ്ധിക്കണം. ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കിയിരിക്കുന്നു. മനോജ് എബ്രഹാമിനെ പകരം ചുമതല എന്നുള്ള വിവരമാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത്. മനോജ് എബ്രഹാമിന് പകരം ചുമതല നൽകിയിരിക്കുന്നു. ADGP MR അജിത് കുമാർ ക്രമസമാധാന പാലന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നു. തീർച്ചയായിട്ടും അങ്ങനെ ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കി എന്നുള്ള ഏറ്റവും സുപ്രധാനമായ വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശരി, അനന്തര വിവരം ശേഖരിക്കൂ. ADGP MR അജിത് കുമാർ തെറിച്ചിരിക്കുന്നു. ക്രമസമാധാന പാലന ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കുന്നു. മനോജ് എബ്രഹാമിന് അതിന് പകരം ചുമതല എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. അനന്തൻ, ഏറ്റവും അവസാനം ലഭിക്കുന്ന വിവരങ്ങൾ ADGP MR അജിത് കുമാറിനെ ബറ്റാലിയൻ ADGP ആയി ചുരുക്കി എന്നുള്ളതാണ്. അദ്ദേഹത്തിന് 2 ചുമതലയാണ് നിലവിൽ ഉണ്ടായിരുന്നത്. ക്രമസമാധാന ചുമതലയുള്ള ADGP, അതിനൊപ്പം തന്നെ ബറ്റാലിയൻ ചുമതലയുള്ള ADGP. അതിലെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് അദ്ദേഹത്തിനെ നീക്കിയിരിക്കുന്നു. മനോജ് എബ്രഹാമിന് പകരം ലോ ആൻഡ് ഓർഡറിന്റെ ചുമതല നൽകി എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. അല്പസമയത്തിന് നമുക്കത് സ്ഥിരീകരിക്കാൻ കഴിയും. ഏതായാലും അത് ഏകദേശം ഉറപ്പാണ്. മനോജ് എബ്രഹാമിന് ആ ചുമതല നൽകുന്നു എന്നുള്ളത്. ഏതായാലും നടപടി ADGP MR അജിത് കുമാറിനെതിരെ വന്നിരിക്കുന്നു. ക്രമസമാധാന ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ നീക്കിയിരിക്കുന്നു. 32 ദിവസത്തെ അന്വേഷണം, അല്ലെ? മുഖ്യമന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ച് 32 ദിവസം കഴിയുമ്പോൾ ഞായറാഴ്ച വൈകുന്നേരം അതിനാടകീയമായ പല നീക്കങ്ങൾക്കൊടുവിൽ MR അജിത് കുമാർ ക്രമസമാധാന പാലന ചുമതലയിൽ നിന്ന് തെറിച്ചിരിക്കുന്നു. അദ്ദേഹത്തിനെതിരെ സർക്കാർ നടപടിയെടുക്കുകയാണ്. 8 വർഷം നീണ്ട പിണറായി സർക്കാരിന്റെ ഭരണത്തിൽ ഏറ്റവും കൂടുതൽ ചീത്തപ്പേര് ഉണ്ടാക്കിക്കൊടുത്ത, വലിയ ഡാമേജ് ഉണ്ടാക്കിയ ഉദ്യോഗസ്ഥൻ സംരക്ഷിക്കാൻ പരമാവധി ശ്രമിക്കുന്നു. മുഖ്യമന്ത്രി കെട്ടിപ്പിടിച്ചിരിക്കുന്നു എന്ന ആരോപണമടക്കം ഭരണപക്ഷ MLA-യും പ്രതിപക്ഷവും എല്ലാം തൊടുത്തുവിട്ട ആരോപണങ്ങൾക്കൊടുവിൽ MR അജിത് കുമാർ ക്രമസമാധാന പാലന ചുമതലയിൽ നിന്ന് തെറിക്കുകയാണ്. പകരം ചുമതല മനോജ് എബ്രഹാമിന് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. ബറ്റാലിയൻ ADGP എന്ന ചുമതലയിലേക്ക് മാത്രമായി ചുരുക്കിയിരിക്കുകയാണ് ഇപ്പോൾ MR അജിത് കുമാറിനെ. അടുത്ത വിവരങ്ങൾ കാര്യങ്ങളിലും സ്ഥിരീകരണമായിരിക്കുന്നു. MR അജിത് കുമാറിനെ ADGP ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കിയിരിക്കുന്നു. പകരം മനോജ് എബ്രഹാം ക്രമസമാധാന ചുമതല നിർവഹിക്കും. അതിനൊപ്പം തന്നെ ഇന്റലിജൻസ് ADGP ആയിട്ട് മനോജ് എബ്രഹാം തുടരുകയും ചെയ്യും. അപ്പോൾ മനോജ് എബ്രഹാമിന് 2 ചുമതല എന്നുള്ള സുപ്രധാനമായ ഒരു വിവരം കൂടിയാണ് വരുന്നത്. നിലവിൽ മനോജ് എബ്രഹാം ഇന്റലിജൻസ് ADGP ആണ്. അതിനൊപ്പം ലോ ആൻഡ് ഓർഡറിന്റെ അധിക ചുമതല കൂടി ADGP മനോജ് എബ്രഹാമിന് നൽകിയിരിക്കുന്നു. ക്രമസമാധാന ചുമതലയിൽ നിന്ന് അങ്ങനെ MR അജിത് കുമാറിനെ നീക്കിയിരിക്കുന്നു. MR അജിത് കുമാർ ഇനി ബറ്റാലിയൻ ADGP മാത്രമായി തുടരും. ഈ RSS നേതാക്കളെ സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട് DGP നൽകിയ വീഴ്ചയുണ്ട് എന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി വന്നിരിക്കുന്നത്. ആ നടപടിയിൽ ഒപ്പിട്ട ശേഷമാണ് മുഖ്യമന്ത്രി അല്പസമയം മുമ്പ് സെക്രട്ടേറിയറ്റിന് പുറത്തേക്ക് ക്ലിഫ് ഹൗസിലേക്ക് മടങ്ങിയിരിക്കുന്നത്. 32 ദിവസം PV അൻവർ MLA ആരോപണം ഉന്നയിച്ച് 32 ദിവസം നീണ്ട DGP തല അന്വേഷണം. ആ അന്വേഷണത്തിന് ഒടുവിൽ ആ അന്വേഷണ റിപ്പോർട്ട് ഇന്നലെ രാത്രി ഏതാണ്ട് 8 മണിക്ക് ശേഷമാണ് ഹോം സെക്രട്ടറിക്ക് DGP കൈമാറിയത്. അത് ഏതാണ്ട് 24 മണിക്കൂർ പിന്നിടുമ്പോൾ അതേ ഉത്തരവിൽ ADGP MR അജിത് കുമാറിനെതിരായുള്ള നടപടി ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നു.